പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ മുഴുവനായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് സങ്കീർത്തനങ്ങൾ എന്ന ശേഖരണത്തിൻ്റെ പാഠങ്ങളാണ്. നമുക്ക് ഇന്ന് പഠിക്കുവാനുള്ളത് 10ാമത്തെ പാഠമാണ്. ഭൂതകാലത്തിൻ്റെ പാഠങ്ങൾ എന്നുള്ളതായ ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് സ്റ്റുഡിയോയിൽ 2 ദൈവദാസന്മാർ നമുക്ക് ഉണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളേവരെയും ഇന്നത്തെ പാഠപഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ജോയ് സാർ ഇന്ന് ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ ഈ പാഠം ചർച്ച ചെയ്യുന്നതിൽ കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. സാറിനെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ സന്തോഷമുണ്ട്. പാസ്റ്ററേയും ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ നന്ദി. നമുക്ക് ഇന്ന് ഇസ്രായേൽ മക്കളെ ദൈവം നടത്തിയതായ വിധങ്ങളെക്കുറിച്ച് പറയുന്നതായ സങ്കീർത്തനങ്ങളിലൂടെയുള്ളതായ ഒരു പഠനമാണ് നമുക്ക് ഉള്ളത്. പൂർവ്വകാലങ്ങളിൽ എപ്രകാരമാണ് ദൈവം നടത്തിയത്, അതുകൊണ്ട് ദൈവം ഭാവി കാലത്ത് എപ്രകാരം ദൈവത്തിൻ്റെ ജനത്തെ നടത്തും എന്നുള്ളതായ ഒരു വാഗ്ദത്തം കൂടെ ഈ പാഠഭാഗത്ത് കാണുവാൻ തക്കവണ്ണം സാധിക്കും. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പൂർവ്വകാലത്തുള്ളതായ രക്ഷാപ്രവർത്തനങ്ങൾ എപ്രകാരമായിരുന്നു, ഇനിയുള്ള രക്ഷാപ്രവർത്തനം എപ്രകാരമായിരിക്കും എന്നുള്ളതിൻ്റെ ഉറപ്പ് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഭാഗങ്ങളൊക്കെ ഒരുപക്ഷെ ചരിത്ര സങ്കീർത്തനങ്ങളെന്നോ അല്ലെങ്കിൽ ചരിത്രപരമായ രക്ഷയുടെ സങ്കീർത്തനങ്ങളെന്നോ ഒക്കെ നമുക്ക് വിളിക്കുവാൻ തക്കവണ്ണം സാധിക്കും. മനപ്പാഠവാക്യമായി നമുക്ക് നൽകിയിരിക്കുന്നത് 78ാം സങ്കീർത്തനം അതിൻ്റെ 3ാമത്തെ വാക്യമാണ്. അതിപ്രകാരം പറയുന്നു: നാം അവയെ കേട്ടറിഞ്ഞിരിക്കുന്നു, നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്നു. കേട്ടും കണ്ടും അറിഞ്ഞതായ ധാരാളം കാര്യങ്ങൾ ദൈവത്തിൻ്റെ മഹാശക്തിയുള്ള കരങ്ങൾ കൊണ്ട് ദൈവജനത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പാസ്റ്റർ ബിനോയ്, 78ാം സങ്കീർത്തനത്തിൽ ഏത് 3 ചരിത്രപരമായ യുഗങ്ങളെയാണ് അവിടെ എടുത്ത് പറയുന്നത്? അതിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും എന്താണ്? യഥാർത്ഥത്തിൽ ഇന്ന് കുട്ടികളോടൊക്കെ ചോദിച്ചാൽ ചരിത്രമാണ് ഏറ്റവും ബോറിംഗ് വിഷയം എന്നാണ് പറയാൻ. അവർക്ക് ആർക്കും ചരിത്രം പഠിക്കാൻ ഇഷ്ടമല്ല. എന്നാൽ കഴിഞ്ഞു പോയ ആളുകളിൽ തെറ്റിലേക്ക് വീഴാതിരിക്കാൻ ചരിത്ര പഠനം നമ്മളെ സഹായിക്കും. ഇവിടെ പിതാക്കന്മാരുടെ തെറ്റിൽ വീണു പോകാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, കൽപ്പനയോടും ദൈവത്തിൻ്റെ വിശ്വസ്തതയോടും എങ്ങനെ നമുക്ക് വിശ്വസ്തതയായിരിക്കണം, അതിനെ അംഗീകരിക്കാൻ നമുക്ക് കഴിയും എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. യേശുവിൻ്റെ ഉപമയിലൂടെ കർത്താവ് എന്താണ് പഠിപ്പിച്ചത് അതിനെ ആസ്പദമാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാം. പുറപ്പാടിൻ്റെ ചരിത്രം, ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോകുമ്പോൾ ദൈവം അങ്ങനെ അവരെ വഴി നടത്തി എന്നുള്ള കാര്യം, അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ ഓരോന്ന് കാണാൻ പറ്റും. പിന്നീട് അവരുടെ ചരിത്രത്തിൽ കൽപ്പനാ ലംഘനം കൊണ്ട് അവർക്കുണ്ടായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഉടമ്പടിയോടും ദൈവത്തിൻ്റെ കൽപ്പനയോടും വിധേയമില്ലായ്മ, അല്ലെങ്കിൽ അവരുടെ ദൈവത്തെക്കാൾ കവിഞ്ഞ് മറ്റെന്തിനെയൊക്കെയോ അവർ ആരാധിക്കുന്നത്, ഒരു തരത്തിൽ വിഗ്രഹാരാധനയെക്കുറിച്ചൊക്കെ നമുക്ക് ഈ സങ്കീർത്തനത്തിൽ അവരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ജോയ് സർ, ഇസ്രായേലിൻ്റെ തെറ്റുകൾ ധാരാളം വേദപുസ്തകത്തിൽ ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ടതായ തെറ്റായി സങ്കീർത്തനത്തിലും അതുപോലെ തന്നെ മറ്റു വേദഭാഗങ്ങളിലൊക്കെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ദൈവം അവരെ നടത്തിയതായ വഴികളെക്കുറിച്ച് അവർ മറന്നുപോയി. പെട്ടെന്ന് ഒരു അനുഗ്രഹം പ്രാപിച്ചു, പിറ്റേ ദിവസം ആ അനുഗ്രഹത്തെക്കുറിച്ച് അവർ ഓർക്കുന്നില്ല എന്നുള്ളതാണ്. അവരുടെ അനുഭവം പോലെ തന്നെ ഇന്ന് ഉള്ളതായ ദൈവമക്കൾ എപ്രകാരമാണ് ഈ തെറ്റ് ആവർത്തിക്കുന്നത്? 78ാം സങ്കീർത്തനത്തിൽ പൂർവ്വ ചരിത്രങ്ങൾ പറയുകയാണ്. അപ്പോൾ പാഠം തന്നെ ഭൂതകാല പാഠങ്ങളാണ്. ഈ ഭൂതകാല പാഠങ്ങൾ പഠിക്കുന്ന എപ്പോഴും മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും നല്ല കാര്യമാണ്. കാരണം അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കുന്നത്. തെറ്റുതിരുത്താനുള്ള ഏറ്റവും വലിയ ഒരു മാർഗ്ഗമായിട്ടാണ് കണ്ടാൽ മതി. അപ്പോൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് സംഭവിച്ച വീഴ്ചകളെക്കുറിച്ച് വ്യക്തമായിട്ട് അവിടെ പറയുന്നു. ദൈവത്തിൻ്റെ ന്യായപ്രമാണം അവർ ഉപേക്ഷിച്ചു, ദൈവം കാണിച്ച അത്ഭുതങ്ങളെ അവർ മറന്നുപോയി, ദൈവം മരുഭൂമിയിൽ നടത്തിയ വിധങ്ങളെ സാറ് നേരത്തെ പറഞ്ഞ പോലെ 2 ദിവസം കഴിയുമ്പോൾ പെട്ടെന്നങ്ങ് മറന്നു പോകുന്നു. പിന്നെ സ്വർഗത്തിലെ മന്ന അവർക്ക് ദൈവം ഭക്ഷണമായി നൽകി, എന്നിട്ട് പോലും ആ ഒരു അനുഗ്രഹത്തെ ജനം മറന്നു. അവർ പൊടി പോലെ മാംസത്തെ കഴിച്ചു, അതുപോലെ മണൽ പോലെ പക്ഷികളെ ദൈവം വർഷിപ്പിച്ച് നൽകും. പൊടി ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അളവിൻ്റെ ക്വാണ്ടിറ്റിയാണ്, അത്രമാത്രം അവർക്ക് നൽകി. അപ്പോൾ അവർക്ക് മാംസവും പക്ഷികളെയൊക്കെ അവർക്ക് ആഹാരമായി നൽകിയെങ്കിലും
അവരുടെ കൊതി തീർന്നില്ല എന്ന് പറയുകയാണ്. അവർക്കെപ്പോഴും ആ പിറുപിറുപ്പും ദൈവത്തോട് മത്സരവും ഒക്കെ ആയിരുന്നു. എന്തുമാത്രം ദൈവ അനുഗ്രഹങ്ങൾ നൽകിയിട്ടും അവരുടേതായ കൊതി അവർക്ക് മനസ്സിൽ മാറിയില്ല എന്ന് പറയാം. അവർ പലപ്പോഴും ദൈവത്തെ പരീക്ഷിക്കുകയും ദൈവത്തെ പലപ്പോഴും പിറുപിറുപ്പിലൂടെ മുഷിപ്പിക്കുകയും ചെയ്തു എന്ന് ഈ 78-ാം സങ്കീർത്തനം വായിക്കും മനസ്സിലാവും. ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതം നമ്മൾ നോക്കുമ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. പലപ്പോഴും നമ്മൾ പുറകിലല്ല. പലപ്പോഴും ജീവിതത്തിൽ നമ്മെ നടത്തിയിട്ടുള്ള വിധങ്ങളെ നാം ഈ ഇസ്രായേൽ ജനങ്ങളെ പോലെ തന്നെ 2 ദിവസം കഴിയുമ്പോൾ മറന്നു പോകുന്ന ഒരു വിഭിന്നമായ സ്വഭാവം നമ്മുടെ ഇടയിലുമുണ്ട്. അത് പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ഇത് വലിയ കാരണമായി മാറുന്നു. പാസ്റ്റർ ജോയ് സാർ പറഞ്ഞത് സാറ് സശ്രദ്ധം ശ്രദ്ധിച്ചിരിക്കുന്നത് ഞാൻ കേട്ടു. നമ്മുടെ മുൻകാല തെറ്റുകളെ നമുക്ക് എങ്ങനെയാണ് തിരുത്തി പാഠം ഉൾക്കൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയുന്നത്? യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ പരിഹാരം കാണാൻ നമ്മുടേതായ വഴികൾ അന്വേഷിക്കാൻ ശ്രമിക്കും. ഏറ്റവും ഒടുവിലാണ് മറ്റെന്തെങ്കിലേക്കും പോകുന്നത്, മറ്റെന്തെങ്കിലും ഒരു സഹായത്തിനായിട്ട് ശ്രമിക്കുന്നത്. പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്, എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്, ഇസ്രായേലിൻ്റെ ജീവിതത്തിലും അതുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനുള്ള പരിഹാരം അവർ സ്വയം അന്വേഷിക്കാൻ തുടങ്ങുമ്പോഴാണ് പ്രശ്നങ്ങൾ. നമുക്ക് അത് കൂട്ടിയാൽ കൂടുന്നതല്ല. അവിടെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വഴികൾ നമ്മൾ തിരഞ്ഞെടുക്കണം. ദൈവത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ദൈവത്തിൻ്റെ വിശ്വസ്തതയെപ്പറ്റി നമുക്കതിന് പൂർണ്ണമായ ബോധ്യമുണ്ടാവണം. കഴിഞ്ഞ കാലത്ത് ദൈവം എങ്ങനെ നടത്തി എന്നുള്ള സംഭവങ്ങളെക്കുറിച്ച് ഉറപ്പുണ്ടെങ്കിലേ നമുക്ക് കാത്തിരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ എൻ്റെ പ്രശ്നത്തിന് മുന്നിൽ ആര് പരിഹാരം കൊണ്ട് തരുമെന്ന് പറഞ്ഞ് നമ്മൾ ടെൻഷൻ അടിച്ച് വെപ്രാളം പിടിച്ച് രോഗികളായി മാറുന്നുണ്ട്. ഇനി അതിന് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. പലപ്പോഴും യുദ്ധത്തിന് പോയിട്ട് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ യുദ്ധത്തിന് പോയിട്ട് സ്വന്തം ശക്തി കൊണ്ട് യുദ്ധം ജയിക്കാൻ ശ്രമിച്ചിട്ട് പറ്റാതെ അവർ പിന്തിരിഞ്ഞു പോന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപയാലാണ്, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാൽ അത്രയും അവർ ജയിക്കുന്നത് എന്ന് പറയുന്നു. ദൈവത്തോട് ഉള്ള വിശ്വസ്തതയ്ക്ക് പകരം മനുഷ്യ അധ്വാനത്തെ നമ്മൾ സ്വയം പരിഹാരം കാണാൻ ശ്രമിക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ, തെറ്റുകൾ ആവർത്തിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ, ഞാൻ ദൈവമാണെന്ന് മൗനമായിരുന്നറിഞ്ഞുകൊള്ളുവീൻ എന്നാണ് പറയുന്നത്. ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കണം. ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ പ്രേക്ഷകരെ, വീണ്ടും ഈ ചർച്ചയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ജോയ് സാറ്, 105-ാം സങ്കീർത്തനത്തിൽ ധാരാളം കാര്യങ്ങൾ പറയുന്നു. അതിൽ ഒരു ചരിത്ര സംഭവം എടുത്ത് പറയുന്നുണ്ട്. എന്താണ് ആ ചരിത്ര സംഭവം? അതിൽ നിന്ന് നാം എന്താണ് പാഠം ഉൾക്കൊള്ളുന്നത്? ഭൂതകാല പാഠങ്ങൾ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് കർത്താവായ ഇവിടെ ദൈവം വിളിക്കുന്നത് അബ്രഹാമിനെയാണ്. വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രഹാമിനെ വിളിക്കുന്നു. പിന്നീട് പിൻതലമുറക്കാരായിട്ട് നമ്മൾ ഇസാക്കിനെയും യാക്കോബിനെയും യോസഫിനെയും മോശയും അവസാനം അഹരോനെയൊക്കെ ദൈവം വിളിക്കുന്നു. അത് വാഗ്ദത്ത ഭൂമി നൽകാമെന്നുള്ളൊരു ഉറപ്പിന്മേലാണ് ഇവരെ വിളിച്ച് ദൈവം അവരെ ഇറക്കുന്നത്. 105-ാം സങ്കീർത്തനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ വാക്യങ്ങൾ 1 മുതൽ 5 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ പ്രവൃത്തികൾ ജാതികളുടെ ഇടയിൽ അറിയിപ്പിൻ, അവൻ്റെ സകല അത്ഭുതങ്ങളെക്കുറിച്ചും സംസാരിപ്പിൻ, യഹോവയും അവൻ്റെ ബലത്തെയും തിരവീൻ, അവൻ്റെ മുഖത്തെ ഇടപെടാതെ അന്വേഷിപ്പീൻ, അവൻ്റെ ദാസനെ അബ്രഹാമിൻ്റെ സന്തതിയും അവൻ തിരഞ്ഞെടുത്ത യാക്കോബിൻ മക്കളുമായുള്ളവരെ ദൈവത്തിന് സ്തുതി പാടുവീൻ എന്നിവിടെ പറയുന്നു. അപ്പോൾ അവിടെ ജീവിതത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ദൈവം നടത്തിയ വിധങ്ങളെ അവർ മറന്നുപോയപ്പോൾ അവർക്കൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ 105-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്. കാരണം ഇത് ഒരു ദൈവവും പഴയ നിയമ ഈ പ്രവാചകന്മാരും തമ്മിലുള്ള ഒരു ഉടമ്പടിയുടെ ബന്ധമായിട്ടാണ് 105-ാം സങ്കീർത്തനത്തിൽ ഇവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ നേരിടുന്നതായ ഏത് കഷ്ടപ്പാടുകളിലും പ്രയാസങ്ങളിലും നാം അളവില്ലാതെ നാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ തെറ്റുകളിൽ നിന്ന് നമുക്ക് കുറ്റബോധമുള്ളവരായി മാറി വീണ്ടും ഇടപെടാതെ ദൈവത്തെ സ്തുതിക്കണം. അവിടെ ജീവിതത്തിൽ വന്നതായ ചരിത്ര സംഭവങ്ങളെ അവിടെ വ്യക്തമായി സൂചിപ്പിക്കുന്നു. പാസ്റ്റർ ബിനോയ്, നമ്മളെല്ലാവരും ഒരു വലിയ ചരിത്ര പശ്ചാത്തലത്തിൻ്റെ പിന്തുടർച്ചക്കാരായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് സെവൻത് അഡ്വെന്റിസ്റ്റുകാരെന്ന നാം അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകളുടെ ഒരു പിന്തുടർച്ച അവകാശപ്പെടുന്നവരാണ്. എങ്ങനെയാണ് നമുക്ക് അത് അവകാശപ്പെടാനും ഒപ്പം ആ വാഗ്ദത്തങ്ങളുടെ ഭാഗമായി തീരുവാനും സാധിക്കുന്നത്? അവൻ്റെ ദാസനായ അബ്രഹാമിൻ്റെ സന്തതിയും അവൻ തിരഞ്ഞെടുത്ത യാക്കോബിൻ്റെ മക്കളുമായുള്ളവരെ അവൻ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഓർത്തുകൊള്ളുവീൻ.
എന്ന് പറയുകയാണ്. അവരുടെ ന്യായവിധിയും ഓർത്തുകൊള്ളിൻ എന്ന് ദൈവം അവരോട് പറയുന്നു. യഥാർത്ഥത്തിൽ ചരിത്രം അബ്രഹാമിലൂടെ ദൈവം ഉദ്ദേശിച്ചത് നിൻ്റെ മക്കളെ ഞാൻ എൻ്റെ വാഗ്ദത്ത സന്തതികളാക്കി തീർക്കും, ആകാശത്തിലെ നക്ഷത്രങ്ങളെയും കടൽത്തരയിലെ മണൽ പോലെയും ഞാൻ നിന്നെ ആക്കുമെന്ന് പറയുന്നു. ആരൊക്കെയാണോ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പരമാധികാരത്തെയും രക്ഷയെയും സ്വീകരിക്കുന്നത്, അവർക്കെല്ലാവരും ഈ അബ്രഹാമിൻ്റെ വംശപാരമ്പര്യത്തിലേക്ക് ചേർക്കാൻ സാധിക്കുന്നു. കാട്ടൊലിവായിരുന്ന നമ്മളെ നാട്ടൊലിവ് ആക്കി തീർത്തു. എല്ലാവരെയും ദാവീദിൻ്റെ അല്ലെങ്കിൽ ആ വേരിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഒരു പദവി ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇന്നും ഏത് കാലത്തിലും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും ഈ ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുന്നത്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മക്കളായി തീരുന്നത്, വിശ്വാസത്താൽ മക്കളായി തീരുന്നു. അങ്ങനെ ഏതൊരു ആൾക്കും അവൻ്റെ മക്കളായി തീരാൻ കഴിയും. അതേപോലെ സെവന്ത് ഡേ അഡ്വെന്റിസ്റ്റുകളുടെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ തുടങ്ങിയിട്ട് ഏകദേശം 200 വർഷങ്ങൾ മാത്രമേ പഴക്കമുള്ളൂ. ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രം നോക്കിയാൽ ഏകദേശം 2000 വർഷത്തോളം പഴക്കമുണ്ട്. എന്നാൽ ഈ 200 വർഷങ്ങൾ കൊണ്ട് തന്നെ കാതോലികമായും ലോകവ്യാപകമായിട്ടും ഈ വിശ്വാസത്തിന് പകരാനും ലോകത്തിൻ്റെ ഏത് എത്നിക് ഗ്രൂപ്പുകളിലും ഏത് മനുഷ്യ നിലനിൽക്കുന്ന വംശങ്ങളിലും വിശ്വാസത്തിൻ്റെ ഭാഗമായി തീരാനും നമുക്ക് കഴിയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ദൈവം അവരെ വിളിച്ചതുകൊണ്ടാണ്. കാരണം വിശ്വാസം കൊണ്ട് നമുക്ക് അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയിലേക്ക്, അല്ലെങ്കിൽ ദൈവജനത്തിൻ്റെ ആ ഹെയർ അതിലേക്ക് നമുക്ക് ചേരാൻ. സെവന്ത് ഡേ അഡ്വെന്റിസ്റ്റുകൾ എന്ന് മാത്രമല്ല, കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവൻ്റെ വാഗ്ദത്തങ്ങളുടെ പിന്തുടർച്ചക്കാരായി നിലകൊള്ളുകയും ചെയ്യുന്ന എല്ലാവരും അബ്രഹാമിൻ്റെ സന്തതികൾ എന്ന് വിളിക്കുവാനുള്ളതായ യോഗ്യതയുണ്ട്. സർ, 106 സങ്കീർത്തനത്തിലും സമാനമായ ചില ചിന്തകളെ പങ്കുവയ്ക്കുന്നുണ്ട്. അവിടെ ചരിത്രപരമായ സംഭവങ്ങളും ചില പാഠങ്ങളുമുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? 106 സങ്കീർത്തനവും ഇസ്രായേൽ മക്കളുടെ ചരിത്രം തന്നെയാണ് പറയുന്നത് അല്ലേ. 5ഉം 6ഉം വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ പാപം ചെയ്തു, ഞങ്ങൾ അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചു, നിൻ്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിൻ്റെ മഹാദയെ ഓർക്കാതെയും ഞങ്ങൾ മത്സരിച്ചു എന്നിവിടെ പറയുകയാണ്. അപ്പോൾ 106 സങ്കീർത്തനത്തിലും പൂർവ്വപിതാക്കന്മാരുടെ ആ അതേ പാത തന്നെ പിൻതലമുറക്കാരും പ്രവർത്തിക്കുകയും അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ മറന്ന് ജീവിച്ച ഒരു തലമുറയെക്കുറിച്ച് പറയുന്നു. വീണ്ടും 106 സങ്കീർത്തനം 19ഉം 20ഉം വാക്യങ്ങളിൽ അതിപ്രകാരം പറയുന്നു: അവർ ഹോരേബിൽ വെച്ച് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി വാർത്തുണ്ടാക്കിയ വിഗ്രഹത്തെ അങ്ങനെ അവർ നമസ്കരിച്ചു. അവർ തങ്ങളുടെ മഹത്വമായവനെ പുല്ല് തിന്നുന്ന കാളയോട് സദൃശനാക്കി തീർത്തു എന്ന് പറയുന്നു. അപ്പോൾ അത്രമാത്രം മ്ലേച്ഛത, മേഘസ്തംഭം രാത്രി അഗ്നിസ്തംഭം എന്ന വിധത്തിൽ നടത്തിയ ദൈവമക്കളെ അവർ പെട്ടെന്ന് മറന്നുപോവുകയും നടത്തിയതായ മോശ ഒരു 40 ദിവസം കാണാതെ വന്നപ്പോൾ മോശ ഇല്ല എന്നുള്ള ഒരു പരാതിയിന്മേൽ അഹരോനോട് നിർബന്ധിപ്പിച്ച് ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ വിഗ്രഹം കാളക്കുട്ടിയായിരുന്നു. ആ കാളക്കുട്ടിയെ അവർ ഇതുവരെ നടത്തിയ ദൈവമെന്ന് മറ്റുള്ളവരുടെ ജനങ്ങൾ കേൾക്കെ അതിനെ ഘോഷിച്ചുകൊണ്ട് ആ കാളക്കുട്ടിയാണ് അവരെ ഇതുവരെ നടത്തിയതെന്ന വിധത്തിൽ ദൈവത്തെ മറന്ന് അവർ അതിനെ ആരാധിച്ചുവെന്ന് ഈ 106 സങ്കീർത്തനം വായിക്കുമ്പോൾ മനസ്സിലാകുന്നു. ബിനോയ് സാറ്, ഈ 106 സങ്കീർത്തനത്തിൽ തന്നെ അവർ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പെട്ടെന്ന് മറന്നു കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ സ്വന്തം ജീവിതത്തിലും ഈ സമകാലിക കാലഘട്ടത്തിലും ദൈവം നമുക്ക് ഓരോ ദിവസവും ഓരോ വൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ മറക്കുവാൻ കഴിയുന്നത്? അത് മനുഷ്യ സഹജമാണ്. പുതിയതിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ ഒരു അന്വേഷണം ത്വരയാണ്. അതുകൊണ്ടാണ് ലോകം പറയുന്നത് ജ്ഞാനം അല്ലെങ്കിൽ കൗതുകം, മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള കാര്യം. നമ്മൾ പറഞ്ഞ് ശീലിച്ച ഒരു കാര്യമാണ്, പഴയത് കഴിഞ്ഞു, അത് ചരിത്രമാണ്, ഇനി പുതിയതിലേക്ക് നോക്കണം. ഇതൊരു ഫ്രേസ് ആണെങ്കിൽ പോലും അതിൻ്റെ പിന്നിലെ ഉദ്ദേശം യഥാർത്ഥത്തിൽ ദൈവത്തെ മറക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുക. കഴിഞ്ഞ കാലത്ത് എങ്ങനെ നടന്നു, അല്ലെങ്കിൽ കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ മാർഗദർശികളെ നമ്മൾ നിരസിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാലത്തിൻ്റെ പ്രശ്നം
അന്ന് ഇസ്രായേൽ ജനത്തിന് യേശു കൂടെയില്ല. ഇന്ന് യേശു നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി തരപ്പെട്ടു. യേശു നമുക്കൊപ്പം ജീവിച്ച്, യേശു മരിച്ചതും ഉയർത്തെഴുന്നേറ്റും സ്വർഗത്തിൽ പോയതും ഒക്കെ സാക്ഷ്യമാണ്, കൺസാക്ഷ്യമാണ്, നേർസാക്ഷ്യമാണുള്ളത്. രക്ഷിക്കുന്ന കൃപയും കുരിശും ഒക്കെ നമുക്കൊപ്പം ഉണ്ടായിട്ടും നമുക്ക് പറയുന്നത് അത് പഴയതാണ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞു പോയി, അതൊരു മിത്താണ്, അല്ലെങ്കിൽ ഒരു സങ്കല്പ കഥയാണെന്ന് പറയുന്നിടത്താണ് സൗകര്യപൂർവ്വം നമ്മൾ പഴയതിനെ മറക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സർ, ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മടങ്ങി വരാം. പ്രിയ ദൈവമക്കളെ, വീണ്ടും ഈ ചർച്ചയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. 80-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ചില കാര്യങ്ങളെ വിവരിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ നമുക്കൊരു പ്രത്യാശ ഉളവാക്കുന്നതായ കാര്യവുമുണ്ട്. എന്താണ് എന്ന് വിവരിക്കാം. 80-ാം സങ്കീർത്തനത്തിൽ ദൈവജനത്തെ ഒന്നിനോട് ചിത്രീകരിച്ചിരിക്കുകയാണ്. ഇവിടെ 80-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ ദൈവജനത്തെ മുന്തിരിവള്ളിയോടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതിപ്രകാരം പറയുന്നു, 80-8, നീ മിസ്രൈമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്ന് ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. നീ അതിനെ തടമെടുത്തു, അത് വേരൂന്നി ദേശത്ത് പടർന്നു. ഇതാണല്ലേ വചനം. 80-ാം സങ്കീർത്തനം 8-ാം വാക്യം. അപ്പോൾ മിസ്രൈമിൽ നിന്നാണ് ആ മുന്തിരിവള്ളിയെ ദൈവം കൊണ്ടുവന്നത്. എന്നിട്ട് അവിടെ പ്രത്യേകിച്ചൊരു തടമെടുത്ത് അതിനെ നട്ട് അതിനെ പരിപാലിച്ചു എടുത്തു. അത് ദൈവജനത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നാം മിസ്രൈമിൽ അടിമകളായിരുന്നു. അവിടെ നിന്ന് മുന്തിരിവള്ളിയായ നമ്മെ കൊണ്ടുവന്നിട്ട് തടമെടുത്ത് കനാലിൽ കൊണ്ട്, അല്ലെങ്കിൽ വാഗ്ദത്ത ദേശത്ത് കൊണ്ട് നമ്മളെ നട്ട് അതിനെ പരിപാലിപ്പിച്ചു. പക്ഷേ സങ്കീർത്തനം 80-12 പറയുന്നത്, ഈ ദൈവത്തിൻ്റെ ഒരു കോപം കാരണം ഈ ജനത്തെ അവിടെ മിസ്രൈമിൽ നിന്ന് അവരെ കൊണ്ടുവന്ന് വഴി നടത്തി ഇത്രയും നന്മകൾ നൽകിയിട്ട് പോലും ദൈവത്തെ അവർ മറന്ന് ജീവിച്ചതിൻ്റെ ഫലമായിട്ട് ജാതികൾ ആ മുന്തിരിവള്ളിയെ അതിൻ്റെ പറിച്ച് മാറ്റുകയും അതിൻ്റെ വേലികളെയൊക്കെ പൊളിച്ചു മാറ്റുകയും ചെയ്തു എന്ന് ഇവിടെ പറയുന്നത്. അത് ദൈവത്തിൻ്റെ കോപത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. 80-ാം സങ്കീർത്തനം 12-ാം വാക്യം പറയുന്നത്, പക്ഷേ ദൈവകോപം കാരണം വഴിപോകുന്നവരൊക്കെയും അതിനെ പറിപ്പാൻ തക്കവണ്ണം നീ അതിൻ്റെ വേലികളെ പൊളിച്ചു കളഞ്ഞത് എന്ത് എന്ന് സങ്കീർത്തനക്കാരൻ ദൈവത്തോട് തന്നെ ചോദിക്കുകയാണ്. കൂടാതെ അതിലൊരു വചനം കൂടെ ഉണ്ട്. 80-14 പറയുന്നത്, സൈന്യങ്ങളുടെ ദൈവമേ തിരിഞ്ഞു വരണമേ, ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ആയിരിക്കുന്നു, അല്ലേ, ഞങ്ങളുടെ അവസ്ഥ ആയിരിക്കുന്നു, എല്ലാവരും ഞങ്ങളെ ഒരു ആക്രമിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ശരിക്കും ദൈവം ആഗ്രഹിച്ചതായ തരത്തിൽ ഈ മുന്തിരിവള്ളി അവിടെ പന്തലിച്ച് വളർന്ന് നിൽക്കേണ്ടതാണ്, മറ്റുള്ളവർക്ക് തണലാകേണ്ടതായ ഒരു കാര്യാദിയാണ്. നമുക്ക് വലിയ ഉത്തരവാദിത്വമാണ് ദൈവം നൽകിയത്. പക്ഷേ ബിനോയ്, 135-ാം സങ്കീർത്തനത്തിൽ 2-3 കാര്യങ്ങൾ സങ്കീർത്തനക്കാരൻ അവിടെ വിവരിച്ച് പറയുന്നു. അതിൽ നിന്ന് ചില പാഠങ്ങളും സങ്കീർത്തനക്കാരൻ ഉൾക്കൊള്ളുന്നു. എന്തൊക്കെയാണത്? സൃഷ്ടിയുടെ, ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെ ഒരു വലിയ കാര്യമാണ്. പിന്നെ ദൈവത്തിൻ്റെ വിശ്വസ്തത, അവൻ്റെ പരിപാലനത്തിൻ്റെ രീതി, അതൊക്കെ അവിടെ കാണാം ഈ സങ്കീർത്തനത്തിൽ. ഇനി പുറപ്പാട് കാലം, യാത്രാകാലം, അതിൻ്റെ ചരിത്രം, അവിടെ നടന്ന സംഭവങ്ങൾ, വാഗ്ദത്ത നാടിനെ കീഴടക്കുന്നതും കനാനിനെ കീഴടക്കുന്നതും അവർ ദൈവത്തെ എങ്ങനെ ആരാധിക്കണം എന്നുള്ളതും നമുക്ക് അവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇസ്രയേലിനെ ഒരു പ്രത്യേക സമ്പത്തായിട്ട്, നിധിയായിട്ട് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അത് ഈ നിധി എന്ന് പറയുമ്പോൾ ദൈവവും ദൈവജനവും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ്. അത് കരാറാണ്, ഉഭയസമ്മതമാണ്. ഞാൻ നിന്നെ അനുസരിച്ചു കൊള്ളാമെന്നും ഞാൻ നിന്നെ സംരക്ഷിക്കാമെന്നുള്ള ഉടമ്പടി. ദൈവത്തിൻ്റെ പരമാധികാരത്തോടുള്ള ഇഷ്ടവും അതിനോടുള്ള മനുഷ്യരുടെ വിധേയത്വവും ഞങ്ങൾ സമ്മതിക്കാമെന്നുള്ളതാണ്. ഇസ്രായേലിന് യഥാർത്ഥത്തിൽ അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ ഒരു പ്രത്യേക പദവി അല്ലെങ്കിൽ മറ്റു മനുഷ്യരെക്കാളിലും വലിയ ശ്രേഷ്ഠതയൊന്നും അവർക്ക് അവകാശപ്പെടാനില്ല. മറ്റെല്ലാ മനുഷ്യരും ഒരേപോലെയാണ്. പക്ഷേ അവരിലൂടെ മറ്റു മനുഷ്യരും ദൈവത്തിലേക്ക് കടന്നു വരണമെന്നുള്ളതായിരുന്നു ഇവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം. പക്ഷേ രക്ഷാപദ്ധതിക്ക് പകരം അവർ പലപ്പോഴും അതിനെ മറന്നുപോയി. വിനയത്തോടെ രക്ഷാപദ്ധതിയെ അംഗീകരിക്കലാണ് ഇന്നിൻ്റെ ഏറ്റവും വലിയ ആവശ്യമെന്ന് ഈ സങ്കീർത്തനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം എന്തായാലും എല്ലാ ജനത്തെയും ന്യായം വിധിക്കും. സ്വന്തം ജനത്തെയും ദൈവം ന്യായം വിധിക്കും. ഇസ്രായേലിനെ ദൈവം ന്യായം വിധിച്ചു. അവരുടെ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിക്കുകയും
തിരുത്തേണ്ടടുത്ത് തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടിച്ചമർത്തപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ആർക്കും വേണ്ടാത്തവർ, ഉപേക്ഷിക്കപ്പെട്ടവർ, അങ്ങനെയൊന്നുമില്ല. എല്ലാവരെയും ദൈവം കരുതുന്നു, എല്ലാവരെയും ദൈവം സംരക്ഷിക്കുന്നു, എല്ലാവരെയും ദൈവം താങ്ങി നിർത്തും. ദൈവത്തിൽ ആശ്രയിക്കുന്ന എല്ലാവർക്കും രക്ഷയുണ്ട് എന്നുള്ള ഒരു ആശയമാണ് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ ജനത്തെ നീതിയുള്ള കണ്ണുകൾ കൊണ്ടാണ് നോക്കുന്നത്. നാം പലപ്പോഴും ചിന്തിക്കുന്നത് ദൈവം എപ്പോഴും മനുഷ്യൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നിൽക്കുന്നു, ദൈവം എപ്പോഴും ഒരു വാളോ അല്ലെങ്കിൽ ഒരു ചുറ്റികലോ കൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യന് തെറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അവനെ കൊന്നുകളയുക. ഇതല്ല, ദൈവം സ്നേഹവാനായ ഒരു ദൈവമാണ്. സർ, ദൈവം സ്നേഹവാനാണ് എങ്കിൽ പോലും നാം 10 കൽപ്പനകളുടെ ഭാഗം വായിക്കുന്നതായ സമയത്ത് ദൈവം കോപം ഉള്ളവനാണ് എന്നും അവൻ ജ്വലിക്കുന്ന അഗ്നിയാണ് എന്നുമൊക്കെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. കാരണം പ്രത്യേകിച്ച് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് എന്ന് ദൈവം അരുളി ചെയ്തു. വിഗ്രഹങ്ങളെ ഉണ്ടാക്കുക, അതിനെ നമസ്കരിക്കുക, ഇത് പാപമാണ് എന്ന് നമുക്ക് വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. പക്ഷേ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ വിഗ്രഹങ്ങൾ ഒരുപക്ഷെ ഒരു ബിംബമോ പ്രതിമയോ എന്നതിലുപരി ജീവിക്കുന്നതായ ധാരാളം വിഗ്രഹങ്ങൾ മനുഷ്യൻ ഇങ്ങനെ പരിലാളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ വിഗ്രഹങ്ങളുടെ കടന്നുകയറ്റം അവൻ അറിയാതെ തന്നെ എങ്ങനെയാണ് വരുന്നത്? ദൈവത്തിൻ്റെ കൽപ്പനകളിലൊന്നാണ് ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത്, ഒരു വിഗ്രഹത്തെയും ഉണ്ടാക്കരുത്. അത് പുറപ്പാടിൻ്റെ പുസ്തകത്തിലൊക്കെ അവിടെ പ്രതിപാദിക്കുന്നു. സങ്കീർത്തനക്കാരൻ 135-ാം സങ്കീർത്തനത്തിലും ഈ വചനം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. സങ്കീർത്തനം 135 15 മുതൽ 18 വരെയുള്ള വേദവാക്യങ്ങൾ പറയുന്നു, ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും മനുഷ്യരുടെ കൈവേലയും ആകുന്നു എന്ന് പറയുന്നു. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, അവയെ ഉണ്ടാക്കുന്നവർ അവയെപ്പോലെ ആകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ എന്ന് സങ്കീർത്തനക്കാരൻ വ്യക്തമായി പറയുന്നു. അപ്പോൾ ഈ വാക്യങ്ങൾ അർത്ഥമാക്കുന്നത് ദൈവം മാത്രമാണ് നമ്മുടെ സൃഷ്ടാവ്, ദൈവം മാത്രമാണ് നമ്മുടെ രക്ഷകൻ, ആ ദൈവത്തെ മാത്രമാണ് ആരാധിക്കാവൂ, ആരാധനയ്ക്ക് യോഗ്യൻ നമ്മുടെ കർത്താവാണ്. അത് നമ്മുടെ പുറപ്പാടിൻ്റെ പുസ്തകം നമ്മുടെ കൽപ്പന വായിക്കുമ്പോൾ, ശബദിൻ്റെ കൽപ്പന വായിക്കുമ്പോഴും 20-ാമത്തെ അധ്യായം 8 മുതൽ 11 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ 6 ദിവസം കൊണ്ട് ദൈവം ആകാശത്തെയും ഭൂമിയും സകലവും ചമച്ചു, അതുകൊണ്ട് നമ്മുടെ കർത്താവാണ്, സൃഷ്ടാവാണ്, അതുകൊണ്ട് ആ ദൈവത്തെ നാം ആരാധിക്കുവാൻ നാം കടപ്പെട്ടവരാണെന്ന് കൽപ്പന പോലും നമ്മെ പഠിപ്പിക്കുന്നു. പലപ്പോഴും പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈ പൊന്നും വെള്ളിയുമാകുന്ന ഈ വിഗ്രഹങ്ങൾക്കുപരിയായി നാം മറ്റുള്ള അതിനെ നാം പലപ്പോഴും താലോലിക്കാറുണ്ട്. മനുഷ്യരെ ആയാലും വേറെ ദൈവത്തെക്കാൾ അധികം നാം പലതിനെയും സ്നേഹിച്ച് അതിനെ വിഗ്രഹമായി കൈക്കൊള്ളുന്നവരാണ് ഈ ലോകത്തിൽ നിന്ന് അനേകർ. അപ്പോൾ നമുക്കൊരു ചിന്തയുണ്ട്, അഡ്വൻറ്റിസ്റ്റുകാരാണ് നമുക്ക് ചിലപ്പോൾ നമുക്കൊരു ചിന്ത ഉണ്ടാകാം, നാം വിഗ്രഹത്തിൽ നിന്നും നാം ആരാധിക്കുന്നില്ല, നാം ഒന്നിനെയും കുമ്പിടുന്നില്ല എന്നൊരു ചിന്തയെ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ അതിനേക്കാൾ ഉപരിയായി നാം ദൈവത്തെക്കാൾ ഉപരി നാം ഏതിനെ സ്നേഹിച്ചാലും, അത് പണമാകാം, നമ്മുടെ പദവിയാകാം, ഏതിനെ സ്നേഹിച്ചാലും അതിനെ വിഗ്രഹമായിട്ടാണ് പുതിയ നിയമത്തിൽ അത് പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് ദൈവം മാത്രമാണ് നമ്മുടെ സൃഷ്ടാവ്, ആ ദൈവം മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അതുകൊണ്ട് ഈ ദൈവത്തെക്കാൾ ഉപരിയായി നാം ഒന്നിനെയും ആരാധിക്കുവാൻ പാടില്ല എന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ പാഠം കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിക്കുന്നതും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയെ വിവരിക്കുന്നതുമായ ഈ പാഠം നമ്മുടെ പ്രേക്ഷകർക്ക് വളരെ അനുഗ്രഹമായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ പാഠം ചർച്ച ചെയ്തതായ നിങ്ങൾ ഇരുവരെയും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. പ്രിയ പ്രേക്ഷകരെ, ഞങ്ങളോടൊപ്പം നിങ്ങളും ഈ പഠനത്തിൽ പങ്കുചേർന്നതിന് ഞങ്ങൾ നിങ്ങളെ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ദൈവം നിങ്ങളേവരെയും